നിന്റെ തന്റെ ശേരൻ എന്റെ അമ്മയ്ക്ക് ഇവിടെ ചികിത്സയില്ലെന്ന് പറഞ്ഞാടി. എന്റെ അമ്മ ഇവിടെ ഇറക്കി വിട്ടാടി. ആൻസർ മീ. എന്റെ അമ്മയെ കൊന്നലടി. മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ കൈവെട്ടി എടുത്തപ്പം. കാർത്തികേയനത് കാണിക്കില്ല, തലയെറിഞ്ഞ് തള്ളും. എന്റെ അമ്മയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഈ കോപ്പെല്ലാം പൊളിച്ച്. എന്റെ പാവ അമ്മയ്ക്ക് ചികിത്സ ഇല്ലാത്ത ഈ ഹോസ്പിറ്റലിൽ ഇല്ല. മതി വേണ്ട. ഇവിടെ കൊണ്ട് തീരുന്നില്ലെന്നും അത്രയ്ക്ക് വലിയ മുറിവാ എന്റെ ഉള്ളിൽ വീണത്. അത് ഉണങ്ങാൻ കണ്ണീര് വീഴ്ത്താരുടേതായാലും ഇങ്ങോട്ട് വരാൻ ഞാനാ പറയുന്നത്. വൈകിപ്പോയി അല്ലേ കുട്ടി? കരുതിയില്ല അമ്മ എന്നും ഇവിടെ ഉണ്ടാകുന്നുള്ള വിശ്വാസമായിരുന്നു. സാരില്ല, വാ. ഒരു കൊടുങ്കാറ്റിലും കുലയാതെ നിന്നൊരാ അതാ അവിടെ കിടപ്പുണ്ട്. നിന്നെ കാണുമ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാ മതിയായിരുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിൽ വീട് മറന്നു, അമ്മയെ മറന്നു. പട്ടടയിൽ കൊള്ളിവെക്കാൻ അതിനെന്തേ ഉണ്ടായില്ല. അവള് പുറത്തോളം എന്തിനാ പക്ഷെ ആശുപത്രി തല്ലിപ്പൊളിക്കാൻ പോയേ? അതുകൊണ്ട് എന്താ കാര്യം? തിരിച്ചു വരുവോ പോയവര്? എന്താ നീ അങ്ങനെ കാട്ടിയേ? തെറ്റും ശരിയൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ തോന്നി ചെയ്തു. എന്തിന്? അവന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ ആയതുകൊണ്ട് പോയിക്കോ. തെക്കേ കണ്ടെത്തി ചെന്ന് അമ്മയോട് പറയാനുള്ളത് പറയേ. പോയ നാളുകളുടെ ചുടലപ്പറമ്പിലെ പാഴ്ചെടിയായി ഞാൻ മാത്രം ബാക്കി. എന്നാടോ മരണം എന്നോട് ദയ കാണിക്കുന്നത്?
മഹാപാപമാ ഞാൻ ചെയ്തത്. അച്ഛനെ കൊണ്ട് കൊള്ളി വെപ്പിച്ചില്ലേ ഞാൻ? ഇല്ല മോനെ, അത് തെറ്റാണെങ്കിൽ എന്നെ കൊണ്ട് കാലം ചെയ്യിച്ച പാവങ്ങളുടെ കൂട്ടത്തിലതും. നിന്നെ ഒന്ന് കാണാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. നിന്നോടെന്തോ പറയാനുണ്ടായിരുന്നു അവക്ക്. വരിക. ഫ്യൂച്ചർ ഭാര്യ വീട്ടിലേക്കുള്ള ആദ്യത്തെ വരവാ. നിലത്ത് വെച്ച കാലെടുത്തതായി. കുഴപ്പമുണ്ടോ രാജേന്ദ്ര? ഇതിപ്പോ എന്നോ പറഞ്ഞുറപ്പിച്ച ബന്ധമല്ലേ? അല്ലെങ്കിൽ ഇതിലൊക്കെ എന്ത് കാര്യം? വരിക. അല്ല, SP സാറിന്റെ കല്യാണം എന്താ ഇത്രയും വയസ്സായിട്ട് നടക്കാൻ? ഇത്രയും വയസ്സെന്ന് പറയുമ്പോ അധികമൊന്നും ഇല്ലടോ, ഒരു 34-35. പിന്നെ ജാതക പ്രശ്നമുണ്ട്. കേട്ടിട്ട് ഇത് തന്നെ ശേഖരമുനകളുടെ മോളുടെ കാര്യം. ഞാൻ വിളിക്കാമെന്ന്. ഇരിക്കടോ. ഈ വേഷത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. കേമായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നടന്ന പ്രശ്നങ്ങൾ രാജേന്ദ്രൻ പറഞ്ഞു. വൈകാതെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. സത്യത്തിൽ താനിവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്ന സമയം നന്നായി. നീലകണ്ഠന്റെ ചെക്കന് ഇല്ലായിരുന്നെങ്കിൽ അവന്റെ പണി ഞാൻ തീർത്തേനെ. ലക്ഷങ്ങളുടെ നഷ്ടമാണ്. സീനി ഒന്ന് കാണണം. കൊറോണറി യൂണിറ്റ് മുഴുവനാണ് തല്ലി തകർത്തത്. ഇമ്പോർട്ടന്റ് മെഷീൻസ് ആണല്ല. ഇനി അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ടിരുന്ന സ്ട്രെയിൻ എത്രയാ? അവന്റെ അച്ഛൻ പണ്ടിച്ചൽ ചട്ടമ്പിത്തരവ് നടന്നിട്ടുണ്ടാവും. അതിന്റെ കെയർ ഓഫില് അവൻ തോന്നിയാസായിട്ട് ഇറങ്ങിയാല് ഇത് കാലം മാറി. ചേരമോൻ പറഞ്ഞ പോലെ പണി തീർത്തു കൊടുക്കാൻ അറിയാത്തവരല്ല ഇവിടെ ആരും. അങ്ങനെ ഓരോരുത്തരും റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് ജോലി കൂടും. അതൊന്നും വേണ്ട. രാജേന്ദ്രൻ ഒരു കംപ്ലൈന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇനഫ്. അതില് ജാനകി ഒന്ന് സൈൻ ചെയ്യണം. പിന്നെ വേണ്ടത് ഞാൻ നോക്കിക്കോളാം. ജോസഫ് തന്നെ. ദേവി, മോളെ വിളിക്കും. രാജേന്ദ്ര, ശ്രീനിക്കൊരു പ്രയാസം ഉണ്ടാക്കണ്ട. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോർട്ടിടോ കാര്യങ്ങൾ. അകത്ത് കയറ്റുന്നു പെരുമാറണം. അത് SP അറിയണ്ട. ഞാൻ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. ഹായ് ജാനകി. ഹലോ. നീ ഇതിലൊന്ന് ഒപ്പിട്ട് കൊടുക്ക്. കംപ്ലൈന്റ് ആണെങ്കിൽ വേണ്ട, ഞാൻ സൈൻ ചെയ്യില്ല. കംപ്ലൈന്റ് കൊടുക്കണ്ടെന്നോ? നീ എന്താ പറയുന്നേ? രാജേട്ടാ, ഹോസ്പിറ്റലിന്റെ MD ഞാനാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നാ പറഞ്ഞേ. മോളെ, നീ എന്താ അവനെ പേടിച്ചിട്ടാ? അല്ല, എനിക്ക് കുറ്റബോധമുണ്ട്. എന്തിന്? രാജേട്ടന് മനസ്സിലാവാൻ പ്രയാസാവും, അച്ഛന് മനസ്സിലാവും. അച്ഛൻ മനസ്സിലാക്കണം. ഒരു സീരിയസ് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് കാർത്തികേയന്റെ അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവരെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തൊട്ട് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കായിരുന്നു. അച്ഛനത് അനുവദിച്ചില്ല. അച്ഛന് പറയാനുള്ള റീസൺസ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയേണ്ടതല്ല. അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ കാർത്തികേയന് അയാളുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. അതിലും വലിയ നഷ്ടങ്ങളല്ല ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത്. അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. സോറി. ജാനകി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാൻ ജാനകിക്ക് യു ഹാവ് ദ ഫ്രീഡം. നമ്മൾ തമ്മിൽ ഇന്നാണ് ശരിക്കൊന്ന് കാണുന്നതും സംസാരിക്കുന്നതും. അതിങ്ങനെ ഒരു, ഞാനാണെങ്കിൽ യൂണിഫോമിലും. റിയലി ഞാനിത് ആഗ്രഹിച്ചിരുന്നതല്ല. ഞാനും. ഞാൻ ഇറങ്ങുന്നു. എനിക്ക് അവളോട് മാത്രം തർക്കിക്കാൻ കഴിയില്ല. അവളുടെ മുന്നിൽ മാത്രമേ ഞാൻ തോൽക്കാൻ നിന്നു കൊടുക്കാറുള്ളൂ. അവൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതാ ശരി. ജാനകി വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിച്ചു. വരട്ടെ രാജേന്ദ്ര.